ഫ്രണ്ട്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാനുള്ള അമാനുഷികമായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. എന്താണ് ആ ശക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിലൂടെയാണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുവാൻ കഴിയുന്നത്. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, എന്ത് ആക്ഷൻസ് ആണ് നമ്മൾ ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ മാനിഫെസ്റ്റേഷനെ സാരമായി നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്, അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ എന്താണ്, നമ്മൾ എന്താണ് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിരന്തരം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ എന്ത് ആശയങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ആക്ഷനിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഒരു ചർച്ചയായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിരന്തരം ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരെപ്പോഴും ഈ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സമ്പത്തിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ഫീൽ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി സമ്പന്നതയുടെ നടുവിൽ, സമ്പന്നരുടെ കൂട്ടത്തിൽ നമുക്കവരെ കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും രോഗത്തിൻ്റെ കാര്യത്തിലും നല്ല ബന്ധത്തിൻ്റെ കാര്യത്തിലും ചീത്ത ബന്ധങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ എല്ലാം ഒരു കൂട്ടം ആളുകളെ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ കഴിയും, അല്ലേ? ഇപ്പം നല്ല ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് അവരെപ്പോഴും അവരുടെ ആ ഒരു ശരീരമൊക്കെ നല്ല രീതിയിൽ പ്രോപ്പർ ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവരായിരിക്കും. ഇനി രോഗത്തെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്തെങ്കിലും രോഗങ്ങൾ വരുമോ എന്നുള്ള ഭയത്തിലൂടെയും, അല്ലേ, കണ്ണിൽ കാണുന്ന സാധനങ്ങളെല്ലാം വാരി കഴിച്ച് ആ ഒരു രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. ഇനിയിപ്പം ബന്ധങ്ങളുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇപ്പം ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ളൊരു കൂട്ടായ്മയെ നമുക്ക് ചുറ്റും എപ്പോഴും കാണാൻ കഴിയും, അല്ലേ? എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി നല്ല ബന്ധങ്ങളിലേക്ക് പോയി എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവാനും, അല്ലെങ്കിൽ അത് വായിക്കുവാനും പഠിക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുവാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമ്മളുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിശോധിക്കുക. ഇതൊക്കെ നമ്മുടെ മാനിഫെസ്റ്റേഷനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുക. അത് ഒരു ഫീലോട് കൂടി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഔട്ടർ വേൾഡിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. അതായത് നാം നിരന്തരം ചിന്തിക്കുന്ന, നിരന്തരം ഫീൽ ചെയ്യുന്ന, നിരന്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ഇവിടെ ഷേപ്പ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ജലമുണ്ടല്ലോ, അതിനെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആകൃതിയിലേക്ക് ആ ജലം മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജഗ്ഗിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അത് ജഗ്ഗിൻ്റേതായിട്ടുള്ള രൂപത്തിലേക്ക് എത്തും, അല്ലേ? ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ബക്കറ്റിൻ്റേതായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് ആ ജലം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. എന്ത് ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ നട്ടുപിടിപ്പിക്കുന്നത്, എന്ത് ചിന്തകളാണ്, എന്ത് വിശ്വാസങ്ങളാണ് നമ്മളെ ദിനം പ്രതി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് തക്കതായിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് അറിഞ്ഞോ അറിയാതെയോ യാന്ത്രികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുമായിരിക്കാം, നമ്മൾ പോലും അറിയാതെ യാന്ത്രികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് മോൾഡ് ചെയ്യുവാൻ കഴിയും, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുവാൻ കഴിയും. അതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? മനസ്സിൽ നിന്നാണ്. മനസ്സിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകളിൽ നിന്നാണ്. ചിന്തകളിൽ മാറ്റം കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് എന്തായി തീരാൻ കഴിയും? ഒരു ക്യാരക്ടറിലേക്ക്. അതായത് ചിന്തകളാണ് വാക്കുകളായി മാറുന്നത്, വാക്കുകൾ നമ്മുടെ പ്രവൃത്തികളായി മാറുന്നു, പ്രവൃത്തികൾ ഹാബിറ്റ്സ് ആയി മാറുന്നു, ഹാബിറ്റുകൾ നിരന്തരമായിട്ട് ചെയ്ത് വരുമ്പോൾ അതൊരു ബിഹേവിയറായിട്ട് രൂപപ്പെടുന്നു. ആ ബിഹേവിയറിൽ നിന്നാണ് ക്യാരക്ടർ മോൾഡ് ചെയ്യപ്പെടുന്നത്, അല്ലേ? ആ ക്യാരക്ടർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടേതായിട്ടുള്ള ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരുന്നു. വീണ്ടും ആ ഡെസ്റ്റിനിയിൽ നിന്നുകൊണ്ട് അയാൾ എന്താണ് ചിന്തിക്കുന്നത്, വീണ്ടും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ ഡെസ്റ്റിനിയിൽ നിന്നുകൊണ്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ വീണ്ടും അയാൾക്ക് ഇറങ്ങിത്തിരിഞ്ഞ് ആ ഡെസ്റ്റിനി എന്ന് പറയുന്നത് വിസ്തൃതമാകുന്നു. എന്നാൽ ആ ഡെസ്റ്റിനിയിൽ നിന്നുകൊണ്ട് മോശമായ കാര്യങ്ങളാണ് വീണ്ടും ചിന്തിക്കുന്നതെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു ചേരുന്നു. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു യാത്രയാണെന്ന് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ആ യാത്രയിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ നിർണ്ണയിക്കുന്നത് ഏതിലൂടെയാണ്? നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ നിയന്ത്രിക്കുന്നതിലൂടെയും നമുക്ക് വേണ്ട ചിന്തകൾ ഇൻപുട്ട് ചെയ്യുന്നതിലൂടെയുമാണ്.
അപ്പോൾ അതിനനുസരിച്ച് നല്ലൊരു ജീവിതം നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. അതിനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത്. ആ പവറിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ്. അതിനെൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളോ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.